ജിത്തു ജോസഫിന്റെ റാം എന്ന ചിത്രം എന്നാണ് റിലീസ് ചെയ്യുക എന്ന കാത്തിരിപ്പിലാണ് സിനിമാ ആസ്വാദകർ. മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് കഥയും തിരക്കഥയും നിർവഹിക്കുന്ന ത്രില്ലർ ചിത്രമാണ് റാം. തൃഷയാണ് ചിത്രത്തിലെ നായിക. ഇന്ദ്രജിത്ത്, സിദ്ദിഖ്, ആദിൽ, സന്തോഷ് കീഴാറ്റൂർ, ദുർഗ കൃഷ്ണ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. 2019 ഡിസംബർ 16 ചിത്രത്തിന്റെ പൂജാ ചടങ്ങും പത്രസമ്മേളനവും നടന്നിരുന്നു. 2020 ജനുവരി 5 സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു. പക്ഷേ കുറച്ചു ദിവസമേ ഷൂട്ടിങ്ങിന് കിട്ടിയിരുന്നുള്ളൂ. COVID-19 കാരണം ഷൂട്ടിംഗ് മാറ്റിവെച്ചു. 2022 വീണ്ടും ഷൂട്ടിംഗ് ആരംഭിച്ചത്. റാം വൈകുന്നതിനെക്കുറിച്ചും സിനിമയുടെ ആക്ഷൻ രംഗങ്ങളെക്കുറിച്ചും സംവിധായകൻ ജിത്തു ജോസഫ് സംസാരിക്കുന്നു. ഷൂട്ടിംഗ് ഘട്ടം ഘട്ടമായാണ് നടത്തിയിരുന്നതെന്നും ഡൂപ്പില്ലാതെയാണ് മോഹൻലാൽ ഇതിലെ ആക്ഷൻ രംഗങ്ങൾ അഭിനയിച്ചിരിക്കുന്നത്. മോഹൻലാലും ഫോറിൻ ഫൈറ്റേഴ്സും തലേദിവസമൊക്കെ റിഹേഴ്സൽ നടത്തിയാണ് ആക്ഷൻ രംഗങ്ങൾ ചെയ്തിരുന്നത്. റാം എന്ന കഥാപാത്രം സാധാരണ മനുഷ്യനാണ്. ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഫൈറ്റ് സീക്വൻസുകൾ മാത്രമാണ് സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്യാവശ്യം എന്റർടൈനിങ് ആയിട്ടുള്ള ത്രില്ലിംഗ് മൊമെന്റ്സ് ആണ് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് കാണുമ്പോൾ റിയൽ ആണെന്ന് ആസ്വാദകർക്ക് തോന്നുന്ന തരത്തിലാണ് റാം എന്ന ചിത്രത്തിന്റെ അവതരണം. അനുകൂലമായ സാഹചര്യം വന്നാൽ റാം ചിത്രം റിലീസ് ചെയ്യും. ചിത്രത്തിന്റെ ഛായാഗ്രഹണം സതീഷ് കുറുപ്പും, ചിത്രസംയോജനം VS വിനായകും, സംഗീത സംവിധാനം വിഷ്ണു ശ്യാമും നിർവഹിക്കുന്നു.